ഹായ്, ഞാൻ അനുദീപ്. ഞാൻ ഇനി പറയാൻ പോകുന്ന വാചകം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യണേ. ബിക്കോസ് ഒരു 1-2 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഒന്നുകിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ കസേരയിൽ ഇരുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റിയായി ഒരു സ്റ്റേബിൾ ആയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കും. അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് അബദ്ധമാണ് പറ്റിയത്, എനിക്ക് എന്താ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റാഞ്ഞത് എന്ന് ആലോചിച്ച് ഒരുപക്ഷെ സ്വയം കുറ്റപ്പെടുത്തി വീഡിയോസൊക്കെ സ്ക്രോൾ ചെയ്ത് ഇരിക്കേണ്ടി വരും. ഇവിടെ ഏത് വെർഷൻ ചൂസ് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് മാത്രമാണ്. 2026 വലിയ അവസരങ്ങളാണ് വരാൻ പോകുന്നത്. 2026 ഡിഗ്രി ലെവൽ പരീക്ഷകൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വിദൂരമായി നടക്കാനിരിക്കുന്ന ഒരു പരീക്ഷയാണെന്നുള്ള പ്രതീതി തോന്നും. ഇതിപ്പം 2025 പകുതിയോളം ആവാറായി, സമയമില്ല. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ വിജ്ഞാപനം ഈ ജൂൺ മാസത്തിൽ വരാനിരിക്കുകയാണ്. അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയുള്ള ധാരാളം പരീക്ഷകൾ നടക്കാനിരിക്കും. ഒരു മാസ് റിക്രൂട്ട്മെന്റ് ആണ് ഡിഗ്രി ലെവലിൽ 2026 PSCയിൽ നടക്കാൻ പോകുന്നത്. ധാരാളം റിട്ടയർമെന്റുകൾ വരുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഇലക്ഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇതുപോലൊരു അവസരം നമുക്കിനി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 2026 PSC പരീക്ഷകളുടെ മത്സരം അല്ലെങ്കിൽ പരീക്ഷ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ കോമ്പറ്റീറ്റർ ഈ സമയം കാണാമറയത്തിരുന്ന് നിങ്ങളോടൊപ്പം പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ മറികടക്കാൻ, നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നു മുതൽ നിങ്ങൾ തയ്യാറെടുപ്പ് ഒരു ബേബി സ്റ്റെപ്പെങ്കിലും എടുത്ത് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമ്പറ്റീഷന് പുറത്താകാനുള്ള സാധ്യതയുണ്ട്. കാര്യം റാങ്ക് മുൻകൂട്ടി കണ്ട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ സ്ട്രാറ്റജിക്കലായി പഠിച്ചു തുടങ്ങുന്നവർക്കാണ് PSC പരീക്ഷകളിൽ ടോപ്പ് റാങ്കിലേക്ക് എത്താൻ സാധിക്കുക. അല്ലാതെ പഠിപ്പിസ്റ്റുകൾക്കും ബുദ്ധിജീവികൾക്കും മാത്രമുള്ള പരീക്ഷയല്ല ഇത്. നേരത്തെ പഠിച്ചു തുടങ്ങുന്നവർക്കാണ് PSC ദൈവം കടാക്ഷിക്കുന്നത്. ഇന്ന് ഈ നിമിഷം നിങ്ങൾ എടുക്കുന്ന ചെറിയ ചെറിയ ഒരു ബേബി സ്റ്റെപ്സ് അല്ലെങ്കിൽ ചെറിയ ചില സാക്രിഫൈസസ്, ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് അടിച്ചു പൊളിക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ റൂമിനകത്ത് അടച്ചിരുന്ന് പഠിക്കുകയായിരിക്കും. ആ ഒരു റൈറ്റ് ഡിസിഷൻ, സ്ട്രാറ്റജിക് ആയ ഒരു സ്റ്റഡി പ്ലാൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാവി മാത്രമല്ല, ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ ഫാമിലിയിലെ ജനറേഷൻസ്, തലമുറകളുടെ ഭാവിയും നിങ്ങൾ സേഫ് ആക്കുകയാണ്. ആ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പാഴാക്കുന്ന ഓരോ സെക്കൻഡിലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങളുടെ കോമ്പറ്റീറ്റർ കാണാമറയത്തിരുന്ന് കട്ടയ്ക്ക് പഠിക്കുന്നുണ്ട്. PSC പരീക്ഷകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു യുദ്ധഭൂമി തന്നെയാണ്. രക്തരഹിതമായ യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു യുദ്ധഭൂമിയിൽ വൈകി എത്തുന്ന പട്ടാളക്കാരന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു സ്ട്രാറ്റജി ഇല്ലാതെ യുദ്ധത്തിൽ ഇറങ്ങുന്ന ആളുടെ അവസ്ഥയും ഇതുപോലൊക്കെ തന്നെയാണ്. പരാജയം സുനിശ്ചിതമാണ്. നിങ്ങൾ ഒരു 10 മണിക്കൂർ ഇന്ന് മുതൽ ഡെയിലി ഇരുന്ന് പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അത് പോസിബിൾ അല്ല. ഒരുപക്ഷെ നിങ്ങൾ വർക്കിംഗ് കാൻഡിഡേറ്റ് ആയിരിക്കും, വീട്ടമ്മയായിരിക്കും, നിങ്ങൾക്ക് അത്രത്തോളം പഠിക്കാനുള്ള സമയം കാണില്ല. സാരമില്ല, നമുക്ക് ഇപ്പം പഠിച്ചു തുടങ്ങിയാൽ മതി. പരീക്ഷയ്ക്ക് മുമ്പായി കുറച്ചായി പഠിച്ച് സിലബസ് കവർ ചെയ്യാനുള്ള സാവകാശം ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഇത്തരം ചെറിയ ചെറിയ സ്റ്റെപ്സ് ആണ് നാളെ വലിയ വലിയ വിജയങ്ങളായി മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്ത്രപരമായ സ്ട്രാറ്റജിക് ആയ ഒരു പ്ലാൻ നിങ്ങൾക്ക് വേണം. വലിച്ചുവാരി പഠിക്കുകയല്ല നമുക്ക് വേണ്ടത്. പണ്ട് പോലെ റാങ്ക് ഫയൽ കാണാതെ പഠിച്ച് PSC പാസ്സാവുന്ന ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. സ്മാർട്ട് വർക്കിന്റെയും ഹാർഡ് വർക്കിന്റെയും ഒരു കോമ്പിനേഷൻ, ഒരു UPSC സ്റ്റൈൽ അല്ലെങ്കിൽ UPSC മൈൻഡ് സെറ്റ്, അതാണ് നമ്മുടെ ഈ യാത്ര ലളിതമാക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു തന്ത്രം. ഇവിടെ എലിമിനേഷൻ ടെക്നിക്സ് വേണം, ആഴത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണം. ഈ 2 കണ്ടന്റുകളും നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫ്രീ ആയി നിങ്ങൾക്ക് തരുന്നുണ്ട്. യൂട്യൂബ് ചാനലിലും ധാരാളം വീഡിയോസ് ഉണ്ട്. ടെലിഗ്രാമിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് തരുന്ന മോക്ക് ടെസ്റ്റുകളാണ്. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് ടെലിഗ്രാം ഫാമിലി അംഗങ്ങളാവുക. ഡെയിലി അവിടെ താഴെ രാവിലെ ഏകദേശം ഒരു 9 മണിക്ക് ശേഷം തരുന്ന മോക്ക് ടെസ്റ്റുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്ത് പോവുക. ഉന്നത നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ഡെയിലി നിങ്ങളെ കുത്തിയിരുത്തി പരിശീലിപ്പിക്കുന്ന രീതിയിൽ സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അവിടെ ഇട്ടിട്ടുള്ളത്. മാർഗം നമ്മുടെ കണ്ണിന് മുന്നിൽ തന്നെയുണ്ട്. ആ മാർഗത്തിൽ കൂടെ നടക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പണി. വഴി കാണിക്കാൻ ഒരുപക്ഷെ ഞങ്ങളെപ്പോലുള്ള അധ്യാപകർക്ക് കഴിഞ്ഞേക്കും. പക്ഷേ കഷ്ടപ്പെട്ട് ആ വഴിയിൽ കൂടെ നടക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. PSC അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പൾസ് അറിഞ്ഞ് പഠിക്കാനായി നമ്മുടെ ചാനലിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കുറച്ച് ദിവസം മുമ്പ് അപ്ഡേറ്റ് ചെയ്ത ഇപ്പൊ ഡിഗ്രി ലെവൽ ഫസ്റ്റ് ലെവൽ പ്രിലിംസിന് ശേഷമുള്ള PSCയിലെ മാറ്റങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് നിങ്ങളുടെ പഠനം ഇതനുസരിച്ച് ക്രമീകരിക്കണം. ഈ ഫ്രീ കണ്ടന്റുകൾക്കൊപ്പം നിങ്ങൾക്കൊരു അഡീഷണൽ പുഷ് വേണമെങ്കിൽ ഞങ്ങളുടെ ദ്രോണ ലോങ് ടേം ഡിഗ്രി ബാച്ചിലേക്ക് വരാവുന്നതാണ്. ആ ബാച്ച് വെറും ഒരു ക്ലാസ് റൂം പ്രോഗ്രാം അല്ല, അതൊരു ലോഞ്ച് പാഡാണ്. നിങ്ങളുടെ ഡ്രീമിലേക്ക് നിങ്ങളെ റോക്കറ്റ് കയറ്റി വിടാനുള്ള ഒരു ലോഞ്ച് പാഡ് പോലെയാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കാര്യം ക്ലാരിറ്റി ആണ് ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് വേണ്ടത്. അതിനോടൊപ്പം കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ, ആവശ്യമില്ലാത്തത് പഠിക്കാതിരിക്കുകയും
ആവശ്യമുള്ളത് തിരഞ്ഞെടുത്ത് പഠിക്കുകയും ചെയ്യുന്ന ഒരു മെന്റാലിറ്റി. ഇവിടെ കുറച്ച് ഡെപ്ത് ഇറങ്ങി പഠിക്കണം. ചില കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. ചില സ്ഥലത്ത് നമ്മൾ കറക്കിക്കുത്ത് പോലുള്ള എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യണം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് ആ ബാച്ചിന് അംഗങ്ങളാവാം. കൺസിസ്റ്റന്റ് ആയും ക്ലാരിറ്റിയോട് കൂടിയും ഒരു മെന്ററിന്റെ സഹായത്തോടെയും പഠിക്കാനായി നിങ്ങൾക്ക് ആ ബാച്ച് ഉപകരിക്കും. വെറുതെ സിലബസ് പഠിപ്പിച്ച് വിടാതെ സിലബസിനോടൊപ്പം റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. ലൂപ്പ് ഹോൾ ഇല്ലാതെ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിനും ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ കൃത്യമായി പ്രൂവ് ചെയ്ത് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. കാര്യം ഒന്നും നമുക്ക് ഭാഗ്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ പറ്റില്ല. ലൂപ്പ് ഹോൾ ഇല്ലാതെ പഴുതടച്ച് പഠിക്കുക എന്ന് പറയുന്ന ആ ഒരു മെന്റാലിറ്റിയാണ് ഈ ബാച്ചിൽ അംഗങ്ങളാവുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടത്. ഡിഗ്രി ലെവലിലെ പുതിയ പാറ്റേണിൽ പഠിച്ചാണ് ഞാനും പല റാങ്ക് ലിസ്റ്റിലും എത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ സഞ്ചരിച്ച ആ വഴിയിൽ കൂടെ പുതിയ മാറ്റങ്ങൾക്കൊപ്പം നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാനായി നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് വരാവുന്നതാണ്. എന്തായാലും പഠിച്ചു തുടങ്ങുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരീക്ഷ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഏതെങ്കിലും ഒരു ദിവസം PSC ഏതെങ്കിലും ഒരു എക്സാം ഹോളിൽ വെച്ച് നടത്താൻ പോകുന്നത് ആ ഒരു പരീക്ഷയുടെ ക്ലൈമാക്സ് മാത്രമാണ്. പക്ഷേ യുദ്ധഭൂമി സെറ്റാണ്. നിങ്ങൾ ഓരോരുത്തരും പട്ടാളക്കാരാണ്. വൈകി എത്തരുത്. അത് മാത്രമായിരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓൾ ദ